തമിഴിൽ നിന്ന് ഒരു ഹൊറർ ത്രില്ലർ ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഡാർക്ക് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. യൂഷ്വലി തമിഴിൽ നിന്ന് വരുന്ന ഹൊറർ പടങ്ങളൊക്കെ ഹൊറർ കോമാണ്, അതായത് ഹൊറർ കോമാളിത്തരം. പിന്നെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡാർക്ക് എന്നാണ് എല്ലാ സിനിമയുടെയും പേര്. ഡാർക്ക് ദ സാത്താൻ പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, തനി വൃത്തികെട്ട പടം. പിന്നെ ഡാർക്ക് ദ ജയന്റ് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, അത് ഡോഗ് ഷിറ്റ്. ഇത് ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. ഡീസന്റ് ഹൊറർ ത്രില്ലർ. വൻ സംഭവമാണ്, അല്ലെങ്കിൽ മറ്റേ ഭൂതകാലം ലെവല് അങ്ങനെയൊന്നും പറയില്ല. ഒരു ഡീസന്റ് നൈസ് ഹൊറർ ത്രില്ലർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. സോ അതിന്റെ ഭാഗമായിട്ട് IPS ഓഫീസറായ നമ്മുടെ നട്ടി അണ്ണൻ ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറുക്കം വന്ന് ചോദിക്കുകയാണ്, സാർ ഇത്രയും കേസൊക്കെ സോൾവ് ചെയ്തതല്ലേ, ലൈഫിൽ എന്തെങ്കിലും പേടിച്ചുണ്ടോ? ആ ഒരു മൊമെന്റ് തൊട്ടിട്ട് പടം ഓണാണ്. സീരിയസ് നോട്ടിൽ തന്നെയാണ് പടം തുടങ്ങുന്നത്, എന്നാൽ ആ ഒരു മൊമെന്റ് തൊട്ടിട്ട് പടം ഓണാണ്. സോ ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ, പ്രൈം എടുത്തപ്പോ തന്നെ ഫ്രൈറ്റനിങ് സീൻസ് വണ്ടക്ക വലുപ്പത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. വേറെ ഇത് യൂഷ്വൽ ഗിമ്മിക്സ് ആയിരിക്കും, തള്ളു പരിപാടി ആയിരിക്കും. എന്നാൽ ഈ സിനിമയിൽ 3-4 ഫ്രൈറ്റനിങ് സീൻസ് ഉണ്ട്. നൈസ് സാധനം കേട്ടോ, നൈസ് സാധനമാണ്. രാത്രിയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ തോന്നി. അത് നൈസ് സാധനമായിരുന്നു. യൂഷ്വൽ ആയിട്ട് കണ്ടുവരുന്ന ഹൊറർ സിനിമകൾ പോലെയല്ല, ദിസ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. കുറച്ച് എക്സ്പെരിമെന്റൽ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ള ഹൊറർ പടങ്ങളൊക്കെ എങ്ങനെയാണ്, പ്രേതം വരുന്നു, പ്രേതം അവിടെ താമസിക്കാൻ പോണവനെ കൊല്ലുന്നു, അല്ലെങ്കിൽ നായകനെ ഒന്നും ചെയ്യാതെ വിടുന്നു, നായകനെ കാണുമ്പോൾ പേടിക്കുന്ന പ്രേതം, ബ്ലഡ് ബാത്ത്, ചോരക്കളി. എന്നാൽ ഇത് അങ്ങനെയല്ല. പ്രേതത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അത് കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന മെന്റൽ ടോർച്ചർ, മെന്റൽ പ്രഷർ, മെന്റൽ ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതെനിക്ക് അത്യാവശ്യം നൈസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിൽ അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ച പയ്യൻ ഡെബ്യൂ ഫിലിമാണ് തോന്നുന്നു. പക്ഷെ ഈ ടെൻഷൻ, അതേപോലെ തന്നെ ഈ പ്രേതത്തിന്റെ പ്രസൻസ് ആൾ അറിയുമ്പോൾ ഉണ്ടാവുന്ന ആൾക്ക് ഉണ്ടാവുന്ന ആങ്സൈറ്റി, പേടി, ഇതൊക്കെ കിഡുമായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പറയണം, അജാതി കിഡുമായിട്ടാണ് ചെറുക്കം പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ഫാക്ടർ ആ പയ്യന്റെ പെർഫോമൻസ്. രണ്ടാമത്തത് ഇതിന്റെ മ്യൂസിക് വർക്ക്. ഒരു ഹൊറർ പടത്തിന് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് വർക്ക് ആയിരുന്നു ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചില സീൻസിലൊക്കെ നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു, എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവായി തോന്നിയത്, ഇങ്ങനത്തെ കില്ലിങ്സ് നടക്കാനൊക്കെ ഉള്ള ഒരു മോട്ടീവ്, അല്ലെങ്കിൽ പ്രേതത്തിന്റെ ഒരു റീസൺ, അത് വൻ ശോകമായിരുന്നു. 1 വീക്ക് പരിപാടിയായിരുന്നു.